الحمد لله الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് കഴിവിൻ്റെ പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്നവരായി മാറുവാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത്തരം ആളുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബികളും ഒന്നിച്ചിരിക്കുമ്പോൾ ആ സ്വഹാബികളോടായിക്കൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, മയ്യഖുദു മിന്നി ഖംസത ഖിസാലിൻ, ആരാണ് എൻ്റെ കയ്യിൽ നിന്നും 5 കാര്യങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്? ആ 5 കാര്യങ്ങളുടെ പ്രത്യേകത ഫയഅമലു ബിഹിൻ, ആ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിൻ, അതുപോലെ അത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. ആ ആളുകൾക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുന്നു. അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് തുടർന്നുകൊണ്ട് പറയുകയാണ്, ഫഅഖദ ബിയദി, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചു. ഫഅദ്ദഹുന്ന ഫീഹാ, എന്നിട്ട് ആ 5 കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എനിക്ക് പറഞ്ഞു തന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ, പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളിൽ നിന്നും സ്വീകരിക്കുവാൻ ആരുണ്ട് എന്നതായിരുന്നു പ്രവാചകന്റെ ചോദ്യം. അത് സ്വീകരിക്കുവാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തയ്യാറാവുകയും ആ 5 കാര്യങ്ങളെ എണ്ണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഒന്നാമതായിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഇത്തഖിൽ മഹാരിം
തകുൻ അഅബദൻ നാസ് ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിക്കുക. തകുൻ അഅബദൻ നാസ്, ആ ഹറാമുകളെ സൂക്ഷിക്കുമ്പോൾ നിനക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ആബിദായി മാറാൻ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആബിദായി മാറുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് പറയുകയാണ്. ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളത് കഴിഞ്ഞ റമദാനിലുടനീളവും നമ്മൾ കേട്ടതാണ്. റമദാനിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അത് തഖ്വയാണ് എന്ന് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം അത് തന്നെയാണ്. ആ ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്നുള്ളത്. ആ ഹറാമുകൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ആ കുറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ ഗൗരവം നൽകി നമ്മൾ അതിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ഈ ലോകത്തിൽ ഏത് പാനീയവും കുടിക്കുവാൻ അനുമതിയുണ്ട്. ഏത് നിറത്തിലുള്ളതും ഏത് രുചിയുള്ളതുമായ പാനീയങ്ങൾ നമുക്ക് കുടിക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നിഷിദ്ധമാക്കിയ ലഹരി ഉണ്ടാക്കുന്ന മദ്യമാകുന്ന പാനീയം മാത്രമാണ് നമുക്ക് കുടിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചത്. അപ്രകാരമുള്ള അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നിരോധിച്ച് ഹറാമാക്കിയ കാര്യങ്ങൾ. ഈ അല്പം കാര്യങ്ങളെ നാം സൂക്ഷിച്ച് ജീവിച്ചാൽ, ഈ കുറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിച്ചാൽ, നമുക്ക് ഏറ്റവും നന്നായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയായി മാറുവാൻ സാധിക്കും എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ മുഅ്മിന യറാ സുനൂബുഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വിശ്വാസി പാപങ്ങൾ ജീവിതത്തിൽ വന്നു പോകുന്നതിനെ ഭയപ്പെടുന്നത് ഒരു വലിയ കുന്നിൻ ചെരുവിൽ ഇരിക്കുമ്പോൾ, ഒരു വലിയ പാറക്ക് താഴെ ഇരിക്കുമ്പോൾ ആ കുന്നിൻ മുകളിലെ പാറ ഉരുണ്ട് തൻ്റെ തലയിൽ വന്ന് വീഴുമോ എന്ന ഭയപ്പാടിൽ എപ്രകാരമാണോ ഇരിക്കുക, ആ ഒരു ഭയപ്പാടിലായിരിക്കും വിശ്വാസി ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോകുമോ എന്ന് ഭയപ്പെടുക എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഇന്നൽ ഫാജിറ, എന്നാൽ ഫാജിറായ വ്യക്തി, തമ്മാടിയായ വ്യക്തി, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾ, അവര് യറാ സുനൂബഹു, അവര് പാപങ്ങളെ നോക്കിക്കാണുന്നത് കസുബാബി മർറ അല അൻഫിഹി, അവന്റെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഈച്ചയെപ്പോലെ അത്രയും നിസ്സാരമായി കൊണ്ടാണ് അവൻ പാപങ്ങളെ നോക്കിക്കാണുക എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അവരെ അപ്രകാരം പാപങ്ങളെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെറിയ ചെറിയ പാപങ്ങളെപ്പോലും ഞങ്ങൾ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുകയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് പാടെ അകറ്റുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വൻ പാപങ്ങളെപ്പോലും ചെറിയ പാപങ്ങളായി നിസ്സാരവൽക്കരിക്കലാണ് നമുക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർമൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുന്നൊരു രംഗമുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സ്വഹാബികളോട് പറയുന്നു, ഇനി നമുക്ക് ഇവിടെ വിശ്രമിക്കാം. എല്ലാ ആളുകളും ചെന്ന് എന്താണോ കിട്ടുന്ന വിറകുകൾ ശേഖരിച്ച് വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നു, പ്രവാചകരെ, നീണ്ടുകിടക്കുന്ന മരുഭൂമിയാണ്, ഇവിടെ എന്താണ് നമുക്ക് ലഭിക്കുക? ഒന്നും ലഭിക്കുകയില്ല എന്ന് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഏറ്റവും വലിയ ഈ ലോകം കണ്ട അധ്യാപകൻ അവിടെ നിന്ന് പറയുന്നു, വരൂ, നമുക്കൊരുമിച്ച് വിറകുകൾ ശേഖരിക്കാം. ഓരോ ആളുകളും ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഓരോന്നും കിട്ടുന്നത് പെറുക്കിയെടുക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഓരോ ആളുകളും
ഓരോ ഭാഗത്തും കടന്നു ചെന്ന് പെറുക്കുകയാണ്. കിട്ടുന്ന കമ്പുകളും ചില്ലകളും ഒക്കെയും പെറുക്കിക്കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെക്കുന്നു. ആ ചെറുത് അവർ പെറുക്കിക്കൊണ്ടുവന്നത് കൂട്ടിയപ്പോൾ അത് വലിയൊരു കൂമ്പാരമായി മാറി എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും നല്ല അധ്യാപകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ മരുഭൂമി കാണിച്ചുകൊണ്ട് പറഞ്ഞില്ലേ ഇവിടെ നിന്നൊന്നും ലഭിക്കില്ല എന്ന്. നമ്മൾ ഓരോരുത്തരും പെറുക്കിക്കൊണ്ടുവന്ന ഈ ചെറുത് ഇവിടെ കൂട്ടിയപ്പോൾ അത് വലിയ കൂമ്പാരമായി മാറി. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ചെറുപാപങ്ങൾ. അതെല്ലാം നിസ്സാരമാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും അതിനെ അവഗണിക്കാറാണ് പതിവ്. അങ്ങനെ അവഗണിക്കുന്ന ഓരോ പാപങ്ങളും ജീവിതത്തിൽ ഇതുപോലെ വലിയ കൂമ്പാരമായി മാറുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കാറുള്ള കാര്യങ്ങളാണ് പലതും. സാമ്പത്തികമായി ജീവിതത്തിൽ ഏത് വിധേനയും സമ്പാദിക്കാം എന്ന രൂപമാണ് പല ആളുകളും ഇന്ന് സ്വീകരിക്കുന്നത്. ഏത് വിധേനയും വഞ്ചനയിലൂടെ, കാപ്പട്യത്തിലൂടെ ഏതെങ്കിലും നിലക്ക് ആളുകളെ കബളിപ്പിച്ച് അത്തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ പണമുണ്ടാക്കാം എന്ന നിലപാടാണ്. സാമ്പത്തികമായി പോലും അതേപോലെ പല നിലക്കും ശാരീരികമായി പോലും പടച്ച റബ്ബ് അനുവദിക്കാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ പലരും. പലിശയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അതൊന്നുമില്ലാതെ ഇന്നിന്റെ കാലത്ത് എപ്രകാരമാണ് ജീവിക്കുവാൻ സാധിക്കുക എന്ന് നമ്മൾ പലപ്പോഴും കണക്കാക്കാറുണ്ട്, അപ്രകാരം നമ്മൾ ന്യായീകരിക്കാറുണ്ട്. എന്നാൽ നാം ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ വലിയ പാപമായ പലിശ, അത് നമ്മൾ എങ്ങനെയൊക്കെയും ആ രൂപത്തിൽ ലാഭമുണ്ടാക്കാം എന്ന് കരുതി നമ്മൾ അത് ഭുജിക്കുന്നുണ്ട്. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒന്നാണ് പണയവസ്തു വാങ്ങുക എന്നുള്ളത്. പണയത്തിന് വീട്, പണയത്തിന് വാഹനം, അത് വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. അത്തരത്തിൽ പണയത്തിൽ നിന്നും, പണയം വെച്ച വസ്തുവിൽ നിന്നും നമ്മൾ ഉപകാരമെടുക്കുമ്പോൾ അത് പലിശയായി മാറുന്നുണ്ട് എന്നുള്ള ഗൗരവകരമായ കാര്യം എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്, സൂക്ഷിക്കാറുണ്ട് എന്നുള്ളത് നാം സ്വയം ആലോചിക്കുക. അപ്രകാരം വളരെ നിസ്സാരമായിക്കൊണ്ടാണ് നമ്മളത് കാണുന്നത്. നമ്മൾ അവിടെ കാണുന്നത് വലിയ നേട്ടമാണ്, വലിയ സാമ്പത്തികമായ ലാഭമാണ്. നമ്മൾ കൊടുക്കുന്ന പണം അത് എപ്പോഴായാലും തിരിച്ചു കിട്ടും. അതിൽ നിന്നും ഞാൻ താമസിക്കുന്നതിനോ ഞാൻ ഉപയോഗിക്കുന്നതിനോ ഒരു രൂപ പോലും വാടകയില്ലാതെ ലാഭമുള്ളൊരു ഏർപ്പാടായി നമ്മൾ കാണുമ്പോൾ, എന്നാൽ അത് അപ്രകാരം നമ്മൾ ഉപകാരമെടുത്ത് കഴിയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പലിശയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എത്രയോ കാര്യങ്ങൾ വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുന്നു. നമ്മുടെ കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചകൾ, നമ്മുടെ കാതുകൾ കൊണ്ടുള്ള കേൾവികൾ, അതേപോലെയുള്ള സംസാരങ്ങൾ പലതും നമ്മൾ നിസ്സാരമായിക്കൊണ്ടാണ് പല പാപങ്ങളെയും ഇന്ന് നോക്കിക്കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ പരലോകത്ത് തിഹാമ പർവ്വതത്തോളം വലിപ്പമുള്ള പ്രവർത്തനങ്ങളുമായി ചില ആളുകൾ റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു വരുമെന്നാണ്. ഫയജഅലുല്ലാഹു ഹബാഅൻ മൻസൂറ, വലിയ പർവ്വതത്തോളം വലിപ്പമുള്ള പ്രവർത്തനങ്ങളുമായി അവരുടെ നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും സക്കാത്തും സദഖയും വലിയ വലിയ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല ചുരുട്ടിക്കൂട്ടി ധൂളികളായി ദൂരേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. ഞെട്ടിത്തെറിച്ചുകൊണ്ട് ആരാണവർ, എന്താണ് അവരുടെ പ്രത്യേകത, ഞങ്ങൾ അവരിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ വിവരിക്കുവാൻ വേണ്ടി ചോദിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അവർ നിങ്ങളെപ്പോലെ നമസ്കരിക്കുന്ന, നിങ്ങളെപ്പോലെ രാത്രി ഇബാദത്തുകൾ ചെയ്യുന്ന, നിങ്ങളെപ്പോലെ ജീവിക്കുന്ന, അപ്രകാരം ഇബാദത്തുകൾ ചെയ്ത് ഇബാദത്തുകൾ മുഴുകി കഴിയുന്ന ആളുകൾ തന്നെയാണവർ, നിങ്ങളുടെ സഹോദരങ്ങളാണവർ. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്. വലാകിന്നഹും അഖ്വാമൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ആരും കാണാനില്ല, ആരും എന്നെ അറിയാനില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, മക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല എന്നൊക്കെ തോന്നുന്ന ഇടങ്ങളിൽ, ഒരു CCTV ക്യാമറ കണ്ണുകളും എന്നെ നിരീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്ന രഹസ്യമായ ജീവിതങ്ങളിൽ ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്നവരായിരിക്കും അത്തരം ആളുകളെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ
നമ്മൾ ടൂറ് പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ, ജോലി സ്ഥലങ്ങളിലാകട്ടെ, അതേപോലെ നമ്മുടെ കച്ചവട സ്ഥലങ്ങളിലാകട്ടെ, അത്തരം സമയങ്ങളിൽ ആരും കാണാനില്ല, ആരും അറിയാനില്ല എന്ന് കരുതി നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പാപങ്ങൾ കാരണത്താൽ നമ്മൾ നിന്ന് നമസ്കരിക്കുന്ന നമ്മുടെ നമസ്കാരം, നമ്മൾ വിശപ്പ് സഹിച്ച് നമ്മൾ നോറ്റ നമ്മുടെ നോമ്പ്, നമ്മൾ സാമ്പത്തികമായി നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ച ആ സമ്പത്തിൽ നിന്നും പടച്ചവന്റെ പ്രീതി ഉദ്ദേശിച്ച് നമ്മൾ കൊടുത്ത സ്വതക്കകൾ, അതെല്ലാം നിഷ്ഫലമായി പോകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്, അത് നമ്മുടെ രഹസ്യമാകട്ടെ പരസ്യ ജീവിതമാകട്ടെ, എല്ലാ ഇടങ്ങളിൽ നിന്നും അതിനെ മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രവാചകരുടെ സ്വഹാബ, അതേപോലെ സ്വാലിഹീങ്ങളായ ആളുകൾ, അവർ അവരുടെ ജീവിതത്തിൽ രഹസ്യമായ മേഖലകളിലായിരുന്നു അള്ളാഹുവിനെ അവർ അധികം ഭയപ്പെട്ടിരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നന്മകളെ രഹസ്യമാക്കി വെക്കാൻ നല്ല ശ്രമിക്കാറുള്ളത് നമ്മുടെ തിന്മകളാണ്. പൂർവികരായ ആളുകൾ അവരുടെ നന്മകളായിരുന്നു രഹസ്യമാക്കി വെച്ചത്. നാം ചെയ്യുന്ന നന്മകളെ നാലാൾ കാണണം, ആളുകൾ അറിയണമെന്ന് നാം ആഗ്രഹിക്കുന്നു. പൂർവികർ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു വൃദ്ധയായ മാതാവിന്റെ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോ ഒരു തീരുമാനമെടുക്കുന്നു. നാളെ രാവിലെ നേരത്തെ ചെന്ന് ആ മാതാവിന്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ ആ മാതാവിനെ ആരോ വൃത്തിയാക്കി ശുദ്ധീകരിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു. പിന്നെയും ഉമർ റളിയല്ലാഹു അൻഹു 2-3 ദിവസം ഇതിങ്ങനെ ആവർത്തിച്ച് കണ്ടപ്പോൾ ആരാണ് എന്നറിയുവാനുള്ള ആകാംക്ഷയിൽ ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ കടന്നു ചെന്ന് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അതാ അവിടെ നിന്ന് കടന്നു വരുന്നത് ആ രാജ്യത്തിന്റെ, ആ സാമ്രാജ്യത്തിന്റെ ഒന്നാം ഖലീഫയായ, ഇസ്ലാം സാമ്രാജ്യത്തിന്റെ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വാരിപ്പുണർന്നുകൊണ്ട് പറയുകയാണ്, അബൂബക്കർ, താങ്കൾ ആയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നായിരുന്നു അവിടെ നിന്നുള്ള മറുപടി. നമ്മൾ ഇന്ന് ആലോചിക്കുക, പലതിന്റെയും പേരിൽ ഇന്നിന്റെ ഭരണകർത്താക്കൾ പല നിലക്കും ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കുവാൻ പല നിലക്കുമുള്ള പ്രചരണങ്ങൾ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചതിനേക്കാളും അധികം പണം അതിന്റെ പ്രചരണത്തിന് വേണ്ടി, അത് ആളുകളെ കാണിക്കുവാൻ വേണ്ടി, അറിയിക്കുവാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇവിടെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി തന്റെ തൊട്ടടുക്കലുള്ള ഒരു വൃദ്ധയായ മാതാവിനെ ആരും അറിയാതെ പരിചരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. രഹസ്യമാക്കി വെച്ചിരുന്നത് അവർ ചെയ്യുന്ന നന്മകളായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും അതേപോലെ നന്മകളെ രഹസ്യമാക്കി വെക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് അബൂ ഹുറൈറയോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വറള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അദ്നന്നാസ്. പടച്ച റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ നൽകിയ കാര്യങ്ങളിൽ നീ തൃപ്തി അടയുക എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറയുന്ന കാര്യം. പലപ്പോഴും അല്ലാഹു തആല നൽകിയ കാര്യങ്ങളെ നാം ഓർക്കാറില്ല, നൽകാത്ത കാര്യങ്ങളെയാണ് നാം പലപ്പോഴും ആലോചിക്കാറുള്ളത്, ഓർക്കാറുള്ളത്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെക്കാലം വഹി വൈകുകയാണ്. ആ സമയത്ത് പ്രവാചകനെ ശത്രുക്കളായ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി, ശത്രുക്കളായ ആളുകൾ നോവിക്കാൻ തുടങ്ങി. ആ നേരത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഇറക്കിയ വചനമായിരുന്നു സൂറത്തുൽ ളുഹ. അതിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കുറെയുണ്ട്, പക്ഷേ ഉള്ളതുമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകരെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. ആ സൂറത്തുൽ ളുഹ പല നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പല പ്രയാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പല ഇല്ലായ്മകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയങ്ങളിൽ ആ സൂറത്തുൽ ളുഹയൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ തീരാവുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്നുള്ളത്. അല്ലാഹു തആല പറയുകയാണ്, വല്ളുഹാ വല്ലൈലി ഇദാ സജാ.
പൂർവാഹനം തന്നെയാണ് സത്യം, അതേപോലെ രാത്രി തന്നെയാണ് സത്യം, ആ രാത്രിയുടെ ശാന്തത തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നോട് ഒരു നിലക്കുമുള്ള ഈർഷ്യത നിന്റെ റബ്ബ് കാണിച്ചിട്ടില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഉലാ, നിശ്ചയമായും ഈ ലോകത്തെക്കാളും ഉത്തമമായത് പ്രവാചകരെ അങ്ങേക്ക് പരലോകത്ത് നാം ഒരുക്കി വച്ചിട്ടുണ്ട്, ആ പരലോകമാകുന്നു ഉത്തമമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നിന്റെ റബ്ബ് നിനക്ക് വഴിയെ തീർച്ചയായും നിനക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിനക്ക് നൽകും, ആ സമയത്ത് നീ തൃപ്തിപ്പെടുന്നതായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. പ്രവാചകർക്ക് കുറെ കാലം ഇല്ലാതിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, എന്നാൽ അതൊക്കെ പിന്നീട് അല്ലാഹു തആല തിരിച്ചു നൽകി. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള വചനങ്ങൾ പറയുമ്പോൾ ആലോചിക്കേണ്ടത് നമുക്കില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ ഇല്ല എന്ന് നിരാശപ്പെടുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ആലോചിക്കുക. എന്നാൽ നമുക്കുള്ള കാര്യങ്ങളുണ്ട്, ആ ഉള്ള കാര്യങ്ങൾ ഇല്ലാത്ത പലരുമുണ്ട്, അത് നമ്മൾ ആലോചിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകരെ ഓർമ്മപ്പെടുത്തുന്നത്. അലം യജിദിക യതീമൻ ഫഅവ, അങ്ങ് യതീമായിരുന്നു പ്രവാചകരെ, എന്നാൽ അങ്ങേക്ക് നാം ആശ്രയം നൽകിയെന്ന് പ്രവാചകരെ ഓർമ്മപ്പെടുത്തുന്നു. ഉപ്പയില്ലാതെ ജനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്യപ്പയാകുന്ന കാരുണ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവശേഷിപ്പിച്ചിരുന്നു. എല്ലാ സ്നേഹവും നൽകിയ ഒരു എളാപ്പയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പകരം നൽകിയിരുന്നു. ഉമ്മയെ നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു പ്രിയപ്പെട്ടവളെ, ഒരു ഇണയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഒരു വാതിൽ, ഉപ്പയെന്ന വാതിൽ അടഞ്ഞപ്പോ എളാപ്പയെന്ന ജനാലയും വല്യപ്പയെന്ന ജനാലയും തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു പ്രവാചകരെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ്. വവജദക ളാല്ലം ഫഹദ, അങ്ങ് വഴികേടിലായിരുന്നു, അങ്ങേക്ക് നാം വഴി നേർമാർഗം കാണിച്ചു തന്നു, മാർഗദർശനം കാണിച്ചു തരികയുണ്ടായി. ഇന്ന് നാം ആലോചിക്കേണ്ട കാര്യം, എത്രയോ ആളുകൾ വഴികേടിലായി ജീവിക്കുന്നുണ്ട്, എത്ര ആളുകൾ വലാലത്തിലായി ജീവിക്കുന്നുണ്ട്, നമസ്കരിക്കാതെ, ഇബാദത്ത് ചെയ്യാതെ, അല്ലാഹുവിനെ ആരാധിക്കാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. പ്രവാചകന്റെ കാലഘട്ടം നമ്മൾ ആലോചിക്കുക. ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് മദ്യത്തിന്റെ മാസ്മരികതയിൽ പെണ്ണിന്റെ പാദസരക്കിലൊക്കെ അന്വേഷിച്ച് നടന്ന ഒരു സമൂഹം, അല്ലാഹുവല്ലാത്ത ആളുകളെ, മൂർത്തികളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം, അവരിൽ നിന്നും വ്യത്യസ്തമായി പ്രവാചകരെ അങ്ങേ നാം തെരഞ്ഞെടുത്ത് അങ്ങേക്ക് മാർഗദർശനം നൽകിയെന്ന് പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ആലോചിക്കേണ്ടത്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഉപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ചിട്ടും അബൂ ത്വാലിബിന് ലഭിക്കാത്ത ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ. മഹാനായ നൂഹ് അലൈഹിസ്സലാം, അവിടത്തെ പ്രിയപ്പെട്ടവളായ ഭാര്യയ്ക്കും അവിടത്തെ മകന് ലഭിക്കാത്ത ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ. ആ ലഭിച്ച അനുഗ്രഹത്തെ ഓർക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. വവജദക ആയിലം ഫഅവന, അല്ലാഹു പറയുകയാണ്, വവജദക ആയിലം ഫഅവന, അങ്ങ് ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നു, അങ്ങേക്ക് നാം ധന്യത നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒന്ന്, അല്ലാഹു തആല ഇവിടെ ഉദ്ദേശിച്ചത് ഒന്ന് സാമ്പത്തികമായ ധന്യത തന്നെയാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെ സാമ്പത്തികമായ ധന്യത, ഉയർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയുണ്ടായി. അതേപോലെ പ്രവാചകന്റെ മനസ്സിന് തൃപ്തികരമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല, മനസ്സിനുള്ള സംതൃപ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, ഇങ്ങനെയൊക്കെയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ അറിയണം, എന്ത് അനാഥർ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അവരെ കീഴടക്കി വെക്കരുത്, അവർക്ക് ആശ്വാസം നൽകണം, പരിഗണന നൽകണം. വഅമ്മസ്സായില ഫലാ തൻഹർ, നിന്റെ അടുക്കലേക്ക് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്, ആ ചോദിച്ചു വരുന്ന ആളുകളെ നീ വിരട്ടി ഓടിക്കരുത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് ആ സൂറത്തുൽ ളുഹ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. എന്നാൽ നീ ആലോചിക്കണം,
അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തെക്കുറിച്ച് വാതോരാതെ വാചാലമായി നീ സംസാരിക്കുക, വർത്തമാനം പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇല്ല 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 എന്ന പരാതികളാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. ഉണ്ട് എന്ന, അല്ലാഹു നൽകി എന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എത്ര കണ്ട് നമ്മൾ എടുത്തു പറയാറുണ്ട്, അതിനെ സംബന്ധിച്ച് നമ്മൾ തൃപ്തി അടയാറുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു നൽകിയതിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധന്യത നൽകുമെന്നാണ് അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ധന്യത എന്ന് പറയുന്നത് അത് സാമ്പത്തികമായി അധികമുണ്ടാകുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് മനസ്സിന് കിട്ടുന്ന തൃപ്തിയുണ്ടല്ലോ, ആ തൃപ്തിയാണ് യഥാർത്ഥത്തിലുള്ള ധന്യത എന്ന് പറയുന്നത്. സാമ്പത്തികമായി എത്രയോ ഉയർച്ചകളിലെത്തിയിട്ടും മാനസികമായ പിരിമുറുക്കങ്ങളാൽ ജീവിച്ച് അവസാനം ജീവിതം ഒരു കയറിൽ അവസാനിപ്പിക്കുന്ന എത്രയോ ജീവിതങ്ങളെ കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് വിശ്വാസികൾ എന്നുള്ള നിലയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. നമുക്ക് അല്ലാഹു നൽകിയതിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല ധന്യത കൊണ്ടുവരും. നമ്മളായിരിക്കും ഈ ലോകത്ത് ഹൃദയങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്ന ധനികരായി, ഹൃദയത്തിൽ ധനികരായി നമ്മളായിരിക്കും മാറുക എന്നുള്ളതാണ്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഹറാമുകളെ സൂക്ഷിക്കുവാനും ആ ധന്യതയെ അല്ലാഹു നൽകിയതിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അതിന് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വബഅദ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ പിടിച്ച് എണ്ണിപ്പറഞ്ഞ 5 ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ 5 ഉപദേശങ്ങളിൽ 2 എണ്ണമാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ. ആ മക്കൾക്ക് ഒഴിവ് സമയമാണ് ഈ ഒരു കാലഘട്ടം. നമ്മുടെ മക്കളെ യഥാർത്ഥമായ ദീനിന്റെ വഴിയിൽ വഴി നടത്തണമെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ഖുതുബകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അപ്രകാരമുള്ള ദീനിന്റെ വെളിച്ചം, ഇഹപര വിജയത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം നൽകുന്ന, റൂട്ട് മാപ്പ് നൽകുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഇൻഷാ അല്ലാഹ് 9, 10, 11 തീയതികളിൽ MSM എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിലും MGMന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കുമായി നടക്കുന്നുണ്ട്. അതിലേക്ക് കുട്ടികളെ വിടണമെന്നാഗ്രഹിക്കുന്നവർ, ഹൈസ്കൂൾ പഠിക്കുന്ന, ഹയർ സെക്കൻഡറി പഠിക്കുന്ന 13 വയസ്സ് മുതൽ മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അവിടെ അവസരമുള്ളത്. അത്തരത്തിലുള്ള മക്കൾ ഉള്ള രക്ഷിതാക്കൾ പ്രത്യേകം ഇത്തരം ക്യാമ്പുകളിൽ മക്കളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം. ആഗ്രഹിക്കുന്ന ആളുകൾ ഞാനുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഇടയിൽ നിന്നും ഹജ്ജിന് വേണ്ടി നിശ്ചയിച്ച ആളുകൾ ഉണ്ടാകും, ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഉണ്ടാകും. അവർക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ദീനീപരമായ സംശയ നിവാരണങ്ങളും അതേപോലെ മറ്റു സാങ്കേതിക വശങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് 4-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാക്കനാട് NGO ക്വാർട്ടേഴ്സിന്റെ അടുത്തുള്ള സലഫി മസ്ജിദിൽ വെച്ച് നടക്കുന്നുണ്ട്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് പ്രയോജനപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. എന്നോട്, നിങ്ങളോട്, പലരോടും ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെ നീക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളെ നിറവേറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നികല മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും പാപങ്ങൾ ചെയ്തു പോയവരാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നീ ഞങ്ങൾക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ, സന്താനങ്ങളിൽ കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, കടങ്ങൾ കൊണ്ട് വലയുന്നവർ റബ്ബേ, അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് റബ്ബേ നീ ശമനം നൽകി, ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മുസ്ലിം ആയതിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പേര് മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. അള്ളാഹുവെ, അവർക്കെല്ലാം നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഫലസ്തീനിന്റെ മണ്ണിൽ പ്രിയപ്പെട്ട ആ ഫലസ്തീനിന്റെ അവകാശികൾ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവർ അനുഭവിക്കുന്ന വേദന എല്ലാം അറിയുന്നവനാണ് റബ്ബേ നീ, എല്ലാം കാണുന്നവനാണ് റബ്ബേ നീ. അവർക്ക് നീ ഈമാനികമായ സ്ഥൈര്യം നൽകുകയും നീ വാഗ്ദാനം ചെയ്ത ആത്യന്തികമായ വിജയം ഫലസ്തീനുകൾക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. തെറ്റിദ്ധാരണയുടെ പുറത്ത്, അതല്ലെങ്കിൽ വർഗീയ വിഷം ചീറ്റി ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകളെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ചകൾ കാണുന്നുണ്ട് റബ്ബേ. ഈ നാടിനെ, ഈ രാജ്യത്തെ, അതിന്റെ പൈതൃകം, അത് നിലനിർത്തുന്ന സാഹോദര്യത്തിലും സൗഹൃദത്തിലും എന്നും നിലനിൽക്കുന്ന രാജ്യമായി, മണ്ണായി ഈ മണ്ണിനെ നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇവിടത്തെ സാഹോദര്യ അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയ കക്ഷികൾക്കെതിരെ റബ്ബേ നീ ശക്തമായ നടപടി സ്വീകരിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ മാറ്റി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم دمر أعداءنا أعداء الدين. اللهم حلك اليهود والمشركين. اللهم انصر إخوان المسلمين والمجاهدين في فلسطين. اللهم انصر إخوان المسلمين والمجاهدين في الهند. اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم ألف بين قلوب المسلمين. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.